നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിലെ വിവിധ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച ശക്തമായ പൊടിക്കാറ്റ് തുടരുകയാണ് എന്നാണ് ലഭ്യമായ വിവരം. രാജ്യത്തെ കിഴക്ക് ഭാഗങ്ങളിൽ തുടങ്ങിയ പൊടിക്കാറ്റിന്റെ വ്യാപനം വരും ദിവസങ്ങളിൽ വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. റിയാദിന്റെയും കിഴക്കൻ പ്രവിശ്യയുടെയും ചില മേഖലകളിലും വെള്ളിയാഴ്ച ശക്തമായ പൊടിക്കാറ്റിന് അല്പം ശമനം വന്നതായും മഴ പെയ്യാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നതായും അൽ ഖസീം സർവകലാശാലയിലെ കാലാവസ്ഥാ വിഭാഗം മുൻ പ്രൊഫസർ ഡോക്ടർ അബ്ദുള്ള അൽ മിസ്നദ് ചൂണ്ടിക്കാട്ടി. പൊടിക്കാറ്റ് രാജ്യത്തിന്റെ തെക്ക് ഭാഗത്തുള്ള നജ്റാൻ, അസീർ പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞകാല കാലാവസ്ഥ ചരിത്ര സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പൊടിക്കാറ്റ് ശക്തിപ്പെടുമെന്നും മെയ് അവസാനത്തോടെ ശമനം വരുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റ് ശക്തി പ്രാപിച്ചു വരികയാണെന്നും സാധാരണ ജനജീവിതം തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. റിയാദിന്റെ ചില ഭാഗങ്ങളിലും തുറൈഫിലും അൽ ഖസീമിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശിയതിനാൽ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രതിസന്ധി ഉടലെടുത്തതായി റിപ്പോർട്ടുകളുമുണ്ട്. റിയാദ് മേഖലയിൽ 100-ലേറെ വാഹനാപകടമുണ്ടായതായും എന്നാൽ ആർക്കും സാരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ലെന്നും റിയാദ് ട്രാഫിക് വക്താവ് അറിയിച്ചു. ദൂരക്കാഴ്ച കുറവായതിനാൽ റോഡുകളിൽ അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് ഇറങ്ങിയത്. ശക്തമായ പൊടിക്കാറ്റുള്ള സന്ദർഭങ്ങളിൽ മരുഭൂമിയിലും മറ്റും കഴിയുന്നവർ കൂടുതൽ ജാഗ്രത കൈക്കൊള്ളാൻ സിവിൽ ഡിഫൻസ് അതോറിറ്റി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. റോഡുകളിൽ ഓടുന്ന വാഹനങ്ങൾ വേഗം കുറയ്ക്കണമെന്നും സുരക്ഷിത അകലം പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മക്ക, മദീന, ഹാഹിൽ, തുറൈഫ്, ജീസാൻ തുടങ്ങിയ പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളിലും സ്ഥിതി സമാനം തന്നെയാണ്. ബഹ്റൈനിലും കുവൈറ്റിലും ശക്തമായ പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ബഹ്റൈനിൽ ശക്തമായ പൊടിക്കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയത്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയിൽ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയ പൊടിക്കാറ്റ് പിന്നീട് ശക്തമാകുകയാണ് ചെയ്തത്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞതിനാൽ തന്നെ ദൂരക്കാഴ്ച മങ്ങി. ഇതേ തുടർന്ന് ഹൈവേകളിലടക്കം പ്രധാന റോഡുകളിൽ ഗതാഗതം പ്രയാസമേറിയതായിരുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ നേരിയ തോതിൽ മഴ പെയ്യാനും കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിപ്പും നൽകിയിരുന്നു. ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്നത്. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.